നമസ്കാരം. മലയൻകീഴിലെ ദീപുവിനെ അതിർത്തി കടത്തി 3 കിലോമീറ്ററിനപ്പുറം കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതിന് പിന്നിൽ കേരളത്തിലെ ജയിൽ ഒഴിവാക്കാനുള്ള ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ കുതന്ത്രം. ദീപുവിനെ കൊല്ലുന്നത് കേരളത്തിലാകരുതെന്ന നിർബന്ധം മാഫിയ ഡോണിനുണ്ടായിരുന്നു. 2000 മുതൽ തിരുവനന്തപുരത്തെ പ്രധാന ഗുണ്ടാ നേതാവായിരുന്ന അമ്പിളിയുടെ പ്രധാന എതിരാളി അമ്മയ്ക്കൊരു മകൻ സോജു ആയിരുന്നു. സോജുവിൻ്റെ അളിയനെ അമ്പിളി കൊലപ്പെടുത്തിയത് മുതലുള്ള വൈരാഗ്യം. പലതവണ അമ്പിളിയെ വകവരുത്താൻ സോജു ശ്രമിച്ചു. തലനാരിഴയ്ക്ക് അമ്പിളി രക്ഷപ്പെട്ടു. പിന്നീട് സോജുവിന് വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതോടെ പരോൾ പോലുമില്ലാതെ അകത്ത് കിടക്കുകയാണ് സോജു അകത്തായതോടെ അമ്പിളിക്ക് മരണഭയം മാറി. കേസുകളിൽ അറസ്റ്റിലായി പിന്നീട് ജയിലിലാകാതിരിക്കാനും ശ്രമിച്ചു. ജയിലിലുള്ള സോജുവിൻ്റെ അടുത്ത് എത്താതിരിക്കാനായിരുന്നു ഈ മുൻകരുതൽ. ദീപുവിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോഴും കേരളത്തിലെ ജയിലുകൾ ഒഴിവാക്കാൻ അമ്പിളി തീരുമാനിച്ചു. ഇതിൻ്റെ കൂടെ ഭാഗമാണ് ദീപുവിനെ തമിഴ്നാട്ടിലെത്തിച്ചുള്ള കൊല. കേരള അതിർത്തിക്കപ്പുറം കൊല നടന്നതോടെ അന്വേഷണം തമിഴ്നാട് പോലീസിനായി. അറസ്റ്റിലായ അമ്പിളിയെ അടച്ചത് നാഗർകോവിൽ ജയിലിലും. കേരളത്തിൽ കൊല നടന്നിരുന്നുവെങ്കിൽ കൊടും കുറ്റവാളിയായ അമ്പിളിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡ് തടവുകാരനാക്കുമായിരുന്നു. അങ്ങനെ വന്നാൽ അമ്മയ്ക്കൊരു മകൻ സോജുവിൻ്റെ അടുത്ത് അമ്പിളി എത്തുമായിരുന്നു. ജയിലിൽ പ്രധാന കുറ്റവാളിയാണ് സോജു. അവിടെ എന്ത് ചെയ്യാനുള്ള ആൾബലം സോജുവിന് ഉണ്ടാകുമെന്ന് അമ്പിളി കണക്കുകൂട്ടി. ഈ കണക്കുകൂട്ടലും ദീപു കൊലയ്ക്കുള്ള സ്ഥലം നിശ്ചയിക്കുന്നതിൽ പ്രധാന ചിന്താവിഷയമായി. കളിയിക്കവിളയിലെ ക്വാറി ഉടമയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും അമ്പിളി എന്ന സജികുമാർ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. കേസിലെ മറ്റു പ്രതികൾ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മൂന്നാം പ്രതിയായ പ്രദീപ് ചന്ദ്രൻ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. അമ്പിളിയും സുനിൽകുമാറും സംസാരിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു എന്നതിനാണ് ഗൂഢാലോചന വകുപ്പ് പ്രകാരമുള്ള കേസ്. കൊല്ലപ്പെട്ട ക്വാറി ഉടമ ദീപുവിൻ്റെ പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം. വലിയ ആസൂത്രണത്തിന് ശേഷമാണ് അമ്പിളി കൊലപാതകം നടത്തിയത്. പിടിക്കപ്പെട്ടാൽ പറയാനുള്ള കള്ളങ്ങളും നേരത്തെ തയ്യാറാക്കി വെച്ചു. അന്വേഷണത്തിൽ പോലീസിനെ കുഴച്ചതും മുൻകൂട്ടി തയ്യാറാക്കിയ അമ്പിളിയുടെ ഈ തിരക്കഥയാണ്. ഇൻഷുറൻസ് ബന്ധവും മറ്റൊരാൾ നൽകിയ കൊട്ടേഷനുമെല്ലാം അമ്പിളി നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയാണ്. വിശദമായ അന്വേഷണത്തിലാണ് ഇതെല്ലാം നുണയെന്ന് തെളിഞ്ഞത്. സിനിമയിലെ ഗ്യാങ്സ്റ്ററിന് സമാനമാണ് ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ ക്രിമിനൽ ജീവിതം. MG കോളേജിൽ നിന്ന് മികച്ച മാർക്കിൽ ബിരുദം നേടിയ സജികുമാരൻ അമ്പിളി SI ലിസ്റ്റിലും ഇടം നേടി. എന്നാൽ പൊടുന്നനെ വന്ന കേസുകൾ സജികുമാറിനെ ചൂഴാറ്റുകോട്ട അമ്പിളിയാക്കി. ഇതോടെ SI ആകാൻ മോഹിച്ചിറങ്ങിയ സജികുമാർ കുപ്രസിദ്ധ ക്രിമിനലായി. അടവുകൾ പയറ്റി തെളിഞ്ഞത് ഇന്നത്തെ മുംബൈയായ പഴയ ബോംബെയിലും. മലയൻകീഴിലും പരിസരത്തും മുംബൈ അധോലോകത്തിൻ്റെ ചെറുപതിപ്പ് അമ്പിളി സൃഷ്ടിച്ചു. ഗുണ്ടാ പിരിവുമായി ജീവിതം. ഒറ്റുകാരെയെല്ലാം വകവരുത്തിയ ഗുണ്ടാ നേതാവ്. 2 കൊലപാതകം ഉൾപ്പെടെ 50ഓളം കേസുകളിലെ പ്രതിയാണ് അമ്പിളി. വലിയൊരു ഗ്യാങ്ങും കുറച്ചുകാലം മുമ്പ് വരെ അമ്പിളിക്കൊപ്പം ഉണ്ടായിരുന്നു. MG കോളേജിൽ നിന്ന് ബിരുദം കഴിഞ്ഞ് SI ലിസ്റ്റിലുള്ളപ്പോഴാണ് ആദ്യ കേസ്. പിന്നീട് ക്രിമിനലായി തുടരാൻ അമ്പിളി തീരുമാനിച്ചു. ചാലയിലെ അക്രമങ്ങളാണ് അമ്പിളിയുടെ SI മോഹത്തെ തകർത്തത്. 7 വർഷത്തോളം ഇയാൾ മുംബൈയിലായിരുന്നു. മടങ്ങിയെത്തി ചാരായം പാറ്റി തുടങ്ങി. ആരും കടന്നു ചെല്ലാത്ത മുക്കുന്ന് മലയിലെ മാഫിയ രാജാവായി ഇതോടെ അമ്പിളി മാറി. അമ്പിളിയുടെ ശിങ്കിടിയായിരുന്നു മൊട്ടയാനി. എന്നാൽ ഇവർ പിന്നീട് തെറ്റി. ഇതിൻ്റെ പ്രതികാരമായിട്ടായിരുന്നു മൊട്ടയാനിയെ വകവരുത്തി തീർത്തത്. ഇതിന് പിന്നാലെ തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളെ നയിക്കുന്ന പ്രധാനിയായി അമ്പിളി മാറുകയായിരുന്നു. മൊട്ടയാനി ഒറ്റിയതോടെ ചാരായ വിൽപ്പനയിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. മൊട്ടയാനിയെ 2006 കരമന തളിയലിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി ചതിയെന്ന സന്ദേശം അമ്പിളി നൽകി. ഈ കേസിൽ അമ്പിളി 1-ാം പ്രതിയാണ്. കുപ്രസിദ്ധ ഗുണ്ടാത്തലവനായിരുന്ന അമ്മയ്ക്കൊരു മകൻ സോജുവിൻ്റെ സഹോദരി ഭർത്താവാണ് മൊട്ടയാനി. അനിയെ വകവരുത്തുന്നതിന് അമ്പിളിക്കൊപ്പം നിന്നത് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട പാറശാല ബിനുവായിരുന്നു. പാറശാല ബിനുവിനെ സോജുവിൻ്റെ സംഘത്തിൽ ഉൾപ്പെട്ട തങ്കൂട്ടൻ ചൂഴാറ്റുകോട്ടയിലെ വെള്ളൈക്കോണത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. ഇതിൻ്റെ പ്രതികാരമായി തങ്കൂട്ടനെ ചൂഴാറ്റുകോട്ട ജംഗ്ഷനടുത്ത് വെച്ച് ബിനുവിൻ്റെ അനുജൻ മുരുകൻ്റെ സംഘം വെട്ടിക്കൊന്നു. ഈ കൊലപാതകത്തിന് വേണ്ട സഹായം ഒരുക്കിയത് അമ്പിളിയാണ്. ഈ കേസിലും ഇയാൾ പ്രതിയാണ്. സോജുവും അമ്പിളിയും തമ്മിൽ വർഷങ്ങളായി ശത്രുതയിലായിരുന്നു. സോജുവിൻ്റെ അളിയനായ മൊട്ടയാനിയെ 2006 കൊലപ്പെടുത്തിയ സംഘത്തിലെ പ്രധാനിയായ എതിർ സംഘാംഗം ചൂഴാറ്റുകോട്ട വെള്ളൈക്കോണം സ്വദേശി പാറശാല ബിനുവിനെ കൊലപ്പെടുത്താൻ എതിർ സംഘത്തിലെ തന്നെ റോബിൻ രാജ് എന്ന തങ്കോട്ടനെയായിരുന്നു സോജു ആശ്രയിച്ചത്. ഇതിന് പ്രതികാരമായിട്ടായിരുന്നു ഇയാളെ കൊലപ്പെടുത്തിയത്. 100 പരിക്കുകളാണ് തങ്കോട്ടിൻ്റെ മൃതശരീരത്തിലുണ്ടായിരുന്നത്. സോജുവും സംഘവും കൊലപ്പെടുത്തിയ ബിനുവിൻ്റെ സഹോദരൻ മുരുകൻ്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടത്തു നിന്നെത്തിയ സംഘമാണ് 2011 നടു റോഡിൽ ബോംബെറിഞ്ഞ് ഭീതി പരത്തി തങ്കോട്ടിനെ വെട്ടിക്കൊന്നത്. നഗരാതിർത്തി ഗ്രാമങ്ങളിൽ സുരക്ഷിത താവളമുള്ള അമ്പിളി പലവട്ടം സോജുവിൻ്റെ സംഘത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കരമന നെടുങ്കാട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോജു ആകട്ടെ അമ്പിളിയുടെ സംഘത്തെ പേടിച്ചാണ് കഴിഞ്ഞിരുന്നത്. അന്ന് അന്തിയൂർ കോണത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ സോജു വരുമെന്നറിഞ്ഞ് വിവിധ സ്ഥലങ്ങളിലായി അമ്പിളിയുടെ സംഘാംഗങ്ങൾ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് സോജു വിവാഹ വീട്ടിലെത്തി സുരക്ഷിതമായി മടങ്ങി. ഇതറിഞ്ഞതോടെ അമ്പിളിയോടുള്ള പക വർദ്ധിച്ചു. 2011 നവംബറിൽ അമ്പിളിയെ വധിക്കാൻ പോകുന്നതിനിടെ സോജു ഉൾപ്പെടെ 7 അംഗ സംഘത്തെ ആയുധങ്ങളുമായി പോലീസ് പിടികൂടിയിരുന്നു. ഗുണ്ടാ നിയമപ്രകാരം കരുതൽ തടങ്കലിലായിരുന്ന സോജു ജയിൽ മോചിതനായി 6 ദിവസത്തിന് ശേഷമായിരുന്നു ഇത്. ജെറ്റ് സന്തോഷ് കൊലക്കേസിൽ അമ്മയ്ക്കൊരു മകൻ സോജുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇതോടെയാണ് പകയ്ക്ക് താൽക്കാലിക വിരാമമായത്.